ഈശോയിൽ എത്രയേ സ്നേഹം നിറഞ്ഞവരെ, സെപ്റ്റംബർ മാസം 6-ാം തീയതി ആണ്ടുവട്ടത്തിലെ 22-ാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളാണ്. നിയമജ്ഞരും ഫരിസേയരും ഈശോയുടെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതിനെ കുറിച്ച് ഈശോയോട് ചോദിക്കുന്നതാണ് സുവിശേഷ ഭാഗം. സ്നാപക യോഹന്നാന്റെ ശിഷ്യർ ഉപവസിക്കുന്നു, ഫരിസേയരുടെ ശിഷ്യർ ഉപവസിക്കുന്നു. നിന്റെ ശിഷ്യർ എന്തുകൊണ്ടാണ് ഉപവസിക്കാത്തത്? ഈശോ പറയുന്ന ഉത്തരം വളരെ വ്യക്തമാണ്. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർ ഉപവസിക്കുന്നു. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. ഈശോ ഇവരോട് കൂടെയായിരുന്നപ്പോൾ, ശിഷ്യരോട് കൂടെയായിരുന്നപ്പോൾ അവർക്ക് സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു. അവർ ഉപവസിക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ അവർ ഉപവസിച്ചു എന്ന് നമുക്ക് കാണാവുന്ന രണ്ട് സന്ദർഭങ്ങൾ മനസ്സിലാവും. ഒന്നാമത്തേത് ഈശോയുടെ മരണത്തെ തുടർന്നുള്ള 3 ദിവസങ്ങൾ. അവരെ സംബന്ധിച്ച് വലിയ നിരാശയുടെ ഒക്കെ ദിനങ്ങളായിരുന്നിരിക്കും. അവർ തീർച്ചയായിട്ടും ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അവർ ഈശോയെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടാവും. ഈശോയുടെ മരണത്തെ ഓർത്ത് അവർ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു 3 ദിനങ്ങൾ. പിന്നീട് ഈശോയുടെ ഉത്ഥാനാനന്തരം ഈശോ അവരോട് കൂടെ ആയിരുന്നപ്പോൾ അവർ വീണ്ടും വലിയ സന്തോഷത്തിലായിരുന്നു. പിന്നീട് ഈശോയുടെ സ്വർഗാരോഹണത്തെ തുടർന്ന് വീണ്ടും അവർ ഒരു ഉപവാസത്തിലേക്ക്, പ്രത്യേകിച്ച് പെന്തക്കോസ്തായ കുരുക്കമായിട്ട് സെഹിയോൻ മാളികയിൽ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാതെ തീവ്രമായി ആത്മാവിൻ്റെ നിറവിലേക്ക് എത്തുവാനായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ഉപവാസത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് പരിശുദ്ധാത്മാവ് അവരിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈശോ പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർ ഉപവസിക്കുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ തീർച്ചയായിട്ടും അവർ ഉപവസിക്കും. ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും അവസാനം ആത്മാവിൻ്റെ നിറവിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യും. നമ്മെ സംബന്ധിച്ചും ഉപവാസം അനിവാര്യമായ ചില സന്ദർഭങ്ങളുണ്ട്. എപ്പോഴാണത്? പലപ്പോഴും നമ്മൾ ദൈവത്തോടു കൂടെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, ദൈവിക ചിന്തകളോട് വ്യാപരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലുമൊക്കെ തിന്മ നിറഞ്ഞു കഴിയുമ്പോൾ അത് ബോധ്യപ്പെട്ടാൽ നമ്മൾ തീർച്ചയായിട്ടും ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും കടക്കണം, നമ്മളുടെ ആത്മീയമായ വിശുദ്ധീകരണത്തിന്. അങ്ങനെ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും കൃപ നിറഞ്ഞ് വീണ്ടും പരിശുദ്ധിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനാൽ ഈശോ കൂടെയുള്ളപ്പോൾ ആത്മാവിൻ്റെ നിറവിൽ സന്തോഷിക്കുവാൻ, ഈശോ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റപ്പെട്ടുവെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സമയങ്ങളിൽ തന്നെ ഉടനെ തന്നെ അനുദപിച്ച് അതോടൊപ്പം തന്നെ നമ്മൾ ഉപവസിച്ച് ദൈവികമായ നന്മയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പരിശ്രമിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.